കൃപകളിനാ ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാമമേ. ഉന്നം വച്ച വൈരിൻ കണ്ണിൻ മുൻപിൽ പതറാതെ, ഉന്നം വച്ച വൈരിൻ കണ്ണിൻ മുൻപിൽ പതറാതെ, കൺമണി പോ കാക്കും കരങ്ങളിൽ നിന്നെ മൂടി മറച്ചില്ലേ, കൺമണി പോ കാക്കും കരങ്ങളിൽ നിന്നെ മൂടി മറച്ചില്ലേ. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാ ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാമമേ. പാട്ടും പ്രസംഗവും എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും സ്വാഗതം. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ വിശുദ്ധ ബൈബിൾ വ്യക്തമാക്കുന്നു, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ആയിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. വിശുദ്ധ തിരുവെഴുത്തുകളെ നാം പരിശോധിക്കുമ്പോൾ 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 1-ാമത്തെയും 2-ാമത്തെയും വാക്യത്തിലാണ് ഏലിയാവ് എന്ന അനുഗ്രഹീതനായ പ്രവാചകന്റെ ദൈവപുരുഷന്റെ രംഗപ്രവേശനം. ഒരു കൊടുങ്കാറ്റ് പോലെ ഒരു കാലഘട്ടത്തിൽ ദൈവത്തിന്റെ അത്ഭുതകരങ്ങളിൽ പ്രയോജനപ്പെട്ട അമാനുഷികമായ ദൈവകൃപയുടെയും അഭിഷേകത്തിന്റെയും പ്രവചനത്തിന്റെയും ഉറവിടമായിരുന്നു ഏലിയാവ് എന്ന് പറയുന്ന ദൈവമനുഷ്യൻ. ആ ദൈവമനുഷ്യൻ നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു എന്ന് വായിക്കപ്പെടുമ്പോൾ ശരിക്കും അത് വിശ്വസിക്കപ്പെടുവാൻ അല്പം ബുദ്ധിമുട്ടാണ്. ഏലിയാവ് എന്നെ പോലെ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനായിരുന്നോ എന്ന് 1 രാജാക്കന്മാരുടെ പുസ്തകങ്ങളിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ നമുക്കത് വിശ്വസിക്കുവാൻ പോലും കഴിയുകയില്ല. കാരണം അത്ര ശക്തമായി, സൂപ്പർ നാച്ചുറലായി, പ്രകൃതിയാതീതമായി ദൈവം ആ ദൈവപുരുഷനെ ഉപയോഗിച്ചതാണ്. എന്നാൽ 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം ആരംഭിക്കുന്നത്, എന്നാൽ തിശ്ബിയിൽ നിന്ന് വന്ന തിശ്ബിനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണേ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യുകയില്ല എന്ന് അധരങ്ങളെ തുറന്ന് പ്രഖ്യാപിക്കുമ്പോൾ, ആ വാക്കിന്റെ മുൻപിൽ മഴമേഘങ്ങൾ അടഞ്ഞു നിൽക്കുമ്പോൾ, ഒരു രാജ്യം വിറയ്ക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, എത്ര ശക്തമായിട്ടാണ് ആ മനുഷ്യനെ ദൈവം ആ രാജ്യത്തിൽ ഇസ്രായേലിൽ ഉപയോഗിച്ചത്. എന്നാൽ നമുക്കറിയാം, യോർദാനെ വിഭാഗിക്കുവാൻ ഏലിയാവിനെ ദൈവം ഉപയോഗിച്ചു. കർമ്മേലിന്റെ മലമുകളിൽ തീ ഇറക്കുവാൻ, ദൈവത്തെ വെളിപ്പെടുത്തുവാൻ, സത്യദൈവം ആരെന്ന് ദേശത്തെ കാണിച്ചു കൊടുക്കുവാൻ ഏലിയാവിനെ ദൈവം ഉപയോഗിച്ചു. അങ്ങനെ ഒട്ടനവധി അത്യത്ഭുതകരമായ അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ
ഏലിയാവിനെ ദൈവം തൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കുവാനിടയായി. പക്ഷേ ഇന്നത്തെ സന്ദേശം ഈ പ്രോഗ്രാമിലൂടെ ഞാൻ നിങ്ങളോട് പറയുന്നത്, എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിതാ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. ഇന്നയോളം എന്നെ താങ്ങിയ സർവശക്തന്റെ നാമം. അതാണ് ഏലിയാവ് പറഞ്ഞത്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവയാണ്. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായി തീരുന്നതിൻ്റെ ഏറ്റവും പ്രാരംഭമായ അടിസ്ഥാനം എന്ന് പറയുന്നത്, ഏലിയാവിന് ജീവനുള്ള ദൈവവുമായി നിലനിൽക്കുന്ന നിലവാരമുള്ള ആഴമേറിയ ഒരു ബന്ധമുണ്ടായിരുന്നു. ഞാൻ സേവിച്ച് നിൽക്കുന്ന ദൈവമായ യഹോവ. സേവിച്ചിരുന്നതല്ല, സേവിച്ച് കുഴഞ്ഞതല്ല, സേവിക്കണം എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുന്നതല്ല, ഞാൻ സേവിച്ച് നിൽക്കുന്ന, അതൊരു പ്രസന്റ് റിലേഷൻഷിപ്പാണ്. ഇപ്പോഴും ആ ദൈവത്തോടുള്ള ആ ദൈവപുരുഷന്റെ ബന്ധം അത് വളരെ ആഴമേറിയൊരു സത്യമാണ്. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ജീവനുള്ള ദൈവവുമായി ഇപ്പോഴും ഒരു ബന്ധമുണ്ടോ? ആഴമേറിയൊരു ബന്ധമുണ്ടോ? പ്രാർത്ഥനയിലൊരു ബന്ധമുണ്ടോ? എത്ര ആഹാബുമാരും എത്ര ഇസബേലുമാരും നിങ്ങൾക്കെതിരെ എഴുന്നേറ്റാലും, എത്രയെത്ര വെല്ലുവിളികൾ നിങ്ങൾക്ക് ചുറ്റും മനുഷ്യൻ ഉയർത്തിയാലും, എത്രയെത്ര അസൂയാലുക്കൾ നിങ്ങൾക്ക് വിരോധമായി സംസാരിച്ചാലും തുറിച്ചു നോക്കിയാലും, ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ജീവനുള്ള ദൈവവുമായി നിങ്ങൾക്കൊരു പ്രസന്റ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ആ ബന്ധം നിങ്ങളെ ഒരു അത്ഭുതമാക്കി തീർക്കുവാനിടയാകും. 2, ഏലിയാവ് ആഹാബിനോട് പറയുന്നു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യുകയില്ല. എൻ്റെ വാക്കുകളെ യാഥാർത്ഥ്യമാക്കുന്ന, എൻ്റെ വാക്കുകളെ പ്രവൃത്തിയാക്കുന്ന, എൻ്റെ വാക്കുകളെ അത്ഭുതമാക്കുന്ന ഒരു ദൈവം എനിക്ക് വേണ്ടി ജീവിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന ഏറ്റവും വലിയ ആഹ്വാനം, നിങ്ങളുടെ അധരങ്ങൾ കൊണ്ട് നിങ്ങൾ പറയുന്നതിനെ യാഥാർത്ഥ്യമാക്കുന്ന, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങളെ മാനിക്കുന്ന സർവശക്തനാകുന്ന ദൈവം നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. പലപ്പോഴും ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിതാ എന്ന് നമ്മൾ ദൈവസന്നിധിയിൽ പാടുമ്പോൾ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ, കർത്താവേ, എൻ്റെ അധരങ്ങൾ കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾക്കും, എൻ്റെ പ്രതികൂലത്തിൻ്റെ, പ്രതിസന്ധിയുടെ, വിഷമങ്ങളുടെ, വേദനകളുടെ ഘട്ടങ്ങളിൽ എൻ്റെ അധരങ്ങൾ കൊണ്ട് ഞാൻ പറഞ്ഞ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങൾക്കും എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്തിട്ടുണ്ട്. കർത്താവേ, നീ ചെയ്ത എല്ലാ അത്ഭുതങ്ങൾക്കും, എണ്ണമില്ലാത്ത കൃപകൾക്കും ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്ന്. അവിടെ നിങ്ങൾക്ക് ദൈവത്തോട് നന്ദി പറയുവാൻ കഴിഞ്ഞാൽ, എൻ്റെ വാക്കുകളെ യാഥാർത്ഥ്യമാക്കുന്നൊരു ദൈവമുണ്ട്, എൻ്റെ വാക്കുകളെ അത്ഭുതമാക്കുന്നൊരു കർത്താവുണ്ട് എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ, ഏലിയാവ് നിങ്ങൾക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായി തീരുകയാണ്. എന്നാൽ ഇവിടെ ഈ മെസ്സേജ് ഞാൻ കൺക്ലൂഡ് ചെയ്യുമ്പോൾ എന്നെ വളരെയധികം പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ച ഒരു ഭാഗം കൂടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ. ഇത്ര ശക്തനായ ഏലിയാവ് എന്ന ദൈവപുരുഷൻ, ഇത്ര അനുഗ്രഹീതനായ പ്രവാചകൻ, ഇത്ര ശക്തനായ അഭിഷിക്തൻ, തൻ്റെ ജീവിതത്തിൽ ഇസബേൽ എന്ന് പറയുന്ന ഒരു സഹോദരി തന്നെ വെല്ലുവിളിച്ചപ്പോൾ, കൊന്നുകളയുമെന്ന ഭീഷണി തനിക്കെതിരെ ഉയർത്തിയപ്പോൾ, ചൂരച്ചെടിയുടെ ചുവട്ടിൽ ഇരുന്നു കൊണ്ട് ഈ മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, എനിക്കിനി ജീവിക്കണ്ട, എനിക്ക് മരിക്കണം, എനിക്ക് മരിക്കണം കർത്താവേ. ഇത്ര ശക്തമായി ദൈവം ഉപയോഗിച്ച അഭിഷിക്തൻ, ദൈവത്തിൻ്റെ അഭിഷേകം ക്യാരി ചെയ്യുന്ന പ്രവാചകൻ, ഹി വാസ് എ പ്രോഫിറ്റ് ഓഫ് ദി നേഷൻ, ഇസ്രായേലിൻ്റെ പ്രവാചകൻ, ഈ മനുഷ്യൻ ദൈവത്തോട് പറയുകയാണ്, എനിക്ക് മരിക്കണം. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സൂയിസൈഡിങ് ടെൻഡൻസി, മരിക്കുവാനുള്ള ഒരു പ്രേരണ ഏലിയാവിൻ്റെ അകത്ത് ഉണ്ടാകുകയാണ്. പക്ഷെ അവിടെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് ഏലിയാവിനെ തട്ടി എഴുന്നേൽപ്പിക്കുന്ന കാഴ്ച നമുക്ക് തിരുവെഴുത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിട്ടും, നിങ്ങൾ ദൈവത്തോട് ബന്ധമുള്ള ഒരു വ്യക്തിയായിട്ടും, നിങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും, ഒത്തിരി ദൈവത്തിന് വേണ്ടി നിലകൊണ്ടിട്ടും, നിങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്ത് നിങ്ങൾക്ക് ഉയരുവാൻ കഴിയാത്ത സാഹചര്യങ്ങളുടെ നടുവിലും, ചില വെല്ലുവിളികളുടെ നടുവിലും, നിരാശയുടെ നടുവിലും, ജീവിതം മടുത്ത് വെറുത്ത് എല്ലാം അവസാനിപ്പിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, എഴുന്നേൽക്കുക, നിങ്ങൾക്ക് ഒരു ദീർഘദൂര യാത്രയുണ്ട്, നിങ്ങൾക്ക് ഹോരേബോളം ഓടേണ്ടതായിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് അതിനായി നിങ്ങളുടെ കാലുകളെ ബലപ്പെടുത്തുകയാണ്. നിങ്ങളെ ഉന്നം വെച്ച വൈരികളുടെ നടുവിൽ, നിങ്ങളെ ഉന്നം വെച്ച ശത്രുവിൻ്റെ നടുവിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഒരു അത്ഭുതമാക്കി തീർക്കുവാൻ ആഗ്രഹിക്കുന്നു. സർവശക്തനാകുന്ന ദൈവം മാനിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഏലിയാവ് മരിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. പക്ഷേ ചരിത്രം പഠിക്കുമ്പോൾ, നാം ഇന്ന് ആ ഭാഗങ്ങളെ വിചിന്തനം ചെയ്യുമ്പോൾ, ഇന്ന് വരെ ഏലിയാവ് മരിച്ചിട്ടില്ല. ഇതുവരെയും ഏലിയാവ് മരിച്ചിട്ടില്ല.
സ്റ്റിൽ ഹീസ് അലൈവ്. മരണം കാണാതെ അവൻ ചുഴലിക്കാറ്റിലെടുക്കപ്പെട്ടു. നമ്മുടെ വേദനയിൽ നിന്ന്, നമ്മുടെ നിരാശയിൽ നിന്ന്, നമ്മുടെ നെടുവീർപ്പിൽ നിന്ന്, നമ്മുടെ സിറ്റുവേഷനിൽ നിന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ആവശ്യമില്ലാത്തതൊക്കെ പ്രാർത്ഥിക്കും. നമ്മൾ ചിലപ്പോൾ ആവശ്യമില്ലാത്ത വാക്കുകളൊക്കെ അധരത്തിൽ ഉപയോഗിക്കും. പക്ഷേ നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ദൈവം അതിനെയൊന്നും വകവയ്ക്കാതെ നമ്മുടെ സാഹചര്യങ്ങൾക്കപ്പുറമായ നിലകളിൽ തൻ്റെ ദൂതനെ അയച്ച് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് പ്രിയപ്പെട്ടവരെ. ഏലിയാവിനെ ചൂരച്ചെടിയുടെ ചുവട്ടിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് ഹോരേബോളം ഓടിപ്പിച്ച സർവശക്തനാകുന്ന ദൈവം ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങളുടെ കാലുകൾക്കും നിങ്ങളുടെ അധരങ്ങൾക്കും നിങ്ങളുടെ ചിന്തകൾക്കും ശക്തി പകരുകയാണ്. ഉന്നം വെച്ച വൈരിയും കണ്ണിൻ മുൻപിൽ പതറാതെ. ഉന്നം വെച്ച വൈരിയും കണ്ണിൻ മുൻപിൽ പതറാതെ, കൺമണി പോ കാക്കും കരങ്ങളിൽ നിന്നെ മൂടി മറച്ചില്ലേ. കൺമണി പോ കാക്കും കരങ്ങളിൽ നിന്നെ മൂടി മറച്ചില്ലേ. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാ ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങി നാമമേ. ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങി